الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാപങ്ങളും കുറവുകളുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അല്ലാഹു അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലം അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ ആശുപത്രികളിലൊക്കെ കഴിയുന്ന ആളുകൾ അല്ലാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിക്ക് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കാർപ്പറ്റും അതുപോലെ തന്നെ ഈ വർഷത്തെ പെയിൻറ്റിങ്ങിനൊക്കെ വേണ്ടി വലിയൊരു തുക സംഭാവനയായി നൽകിയ സഹോദരൻ, അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ പ്രശ്നത്തിൻ്റെ പേരിൽ, അതുപോലെ പെങ്ങളുടെ ഭർത്താവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ ദുആ കൊണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പള്ളീൻ്റെ അടുത്ത് താമസിക്കുന്ന മറ്റൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിത്തസഞ്ചിയിൽ കല്ലിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സഹോദരൻ്റെ വീടിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനോടൊക്കെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ ഖൈറായ രീതിയിൽ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവ് പോലെ ഖുതുബക്ക് വേണ്ടി മിമ്പറിൽ കയറുന്ന വേളയിൽ ഓരോ പടി ചവിട്ടി കയറുന്നതിൻ്റെ ഇടയിൽ തങ്ങൾ പതിവില്ലാതെ ആമീൻ പറയുന്നതായി സഹാബാക്കൾ കേൾക്കുകയുണ്ടായി. ഒന്നാമത്തെ പടി ചവിട്ടിയപ്പോൾ ആമീൻ പറഞ്ഞു, രണ്ടാമത്തെ പടി ചവിട്ടിയപ്പോഴും ആമീൻ പറഞ്ഞു, മൂന്നാമത്തെ പടിയിലെത്തിയപ്പോഴും ആമീൻ പറഞ്ഞു. ഖുതുബക്ക് ശേഷം സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തിനാണ് നബിയെ പതിവില്ലാതെ ഓരോ മിമ്പറിൽ കയറിയപ്പോഴും മിമ്പറിൻ്റെ ഓരോ പടിയിൽ കയറിയപ്പോഴും അങ്ങ് ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ മിമ്പറിൻ്റെ പടികൾ കയറുന്നതിൻ്റെ ഇടയിൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ ഹാജരാവുകയും 3 ദുആകൾ ചെയ്യുകയും ചെയ്തു. ആ ദുആഇന് ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു ദുആ ഇതായിരുന്നു: ആർക്കെങ്കിലും പരിശുദ്ധമായ റമളാൻ വന്നെത്തുകയും ആ റമളാൻ വന്നെത്തിയിട്ട് ആ റമളാനിൽ കൂടി അവൻ്റെ തിന്മകളെ മായ്ച്ച് നന്മയുടെ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എത്തിയിട്ടില്ല എങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരത്തായവനാണ്, ആ മനുഷ്യൻ നഷ്ടവാളിയാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുകയുണ്ടായി. തീർച്ചയായും ആ ദുആഇന് ഇജാബത്തുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. കാരണം ഒന്ന് ദുആ ചെയ്ത വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്, ആമീൻ പറഞ്ഞ വ്യക്തി നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ അത്രയും പുണ്യമായ അല്ലാഹു തആല അള്ളാഹുവിൽ നിന്നും എത്ര അകന്ന വ്യക്തിയാണെങ്കിലും, നമ്മളങ്ങനെ അകൽച്ച എന്ന വാക്ക് അതൊരു ആപേക്ഷികമായിട്ട് മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ ബാഹ്യമായിട്ടാണ് ഈ അകൽച്ചയും അടുപ്പമൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച് തിന്മയിലായി ജീവിതം ഏറ്റവും മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്ക് പോലും ഖേദിച്ച് മടങ്ങാനും തൻ്റെ ജീവിതം നന്നാക്കുവാനും അള്ളാഹുവുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ് പരിശുദ്ധമായ റമദാൻ.
ഒരു മാസം അതിനുവേണ്ടി അള്ളാഹു തആല അവനുള്ള സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള മാസങ്ങളിൽ നമുക്കറിയാം, നമുക്ക് നന്മകളിലേക്ക് ചെന്നെത്തണമെങ്കിൽ ഒന്ന് നമ്മൾ നമ്മുടെ നഫ്സിനോട് പടപൊരുതണം. നമ്മുടെ കൂടെ തന്നെ എപ്പോഴും തിന്മകൾ കൊണ്ട് കൽപ്പിക്കുന്ന മോശത്തരങ്ങൾ പറയുന്ന നമ്മുടെ നഫ്സ് ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് നമ്മുടെ പിശാചുക്കളുണ്ട്. എല്ലാ സമയത്തും നമ്മുടെ തെറ്റിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, നന്മയിൽ നിന്നും വലിച്ചു കളയുന്ന പിശാച് നമ്മുടെ കൂടെയുണ്ട്. പിന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടാണ്. എന്നാൽ പരിശുദ്ധമായ റമദാൻ ആകുമ്പോൾ ഇത് മൂന്ന് നമുക്ക് അനുകൂലമാകുകയാണ്. കാരണം എന്താണ്? അള്ളാഹു തആല പിശാചുക്കളിൽ നിന്നും വലിയ ഷർറുള്ള വിഭാഗത്തിന് അള്ളാഹു പിടിച്ച് ചങ്ങലക്കിടും. രണ്ടാമത്തത് നഫ്സാണ്. നഫ്സിന് ഏറ്റവും കൂടുതൽ ശക്തി ലഭിക്കുന്നത് ഭക്ഷണത്തിൽ കൂടിയിട്ടാണ്, ഊർജം ലഭിക്കുന്നത് ഭക്ഷണത്തിൽ കൂടിയിട്ടാണ്. ആ ഊർജത്തെ തളർത്തി കളയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല റമദാനിൽ അടിസ്ഥാനപരമായി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പിശാചും നഫ്സും തളർന്നു കഴിഞ്ഞു. പിന്നെ ചുറ്റുപാടാണ്. എത്ര മോശമായ നാടുകൾ പോലും നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധമായ റമദാൻ വന്നെത്തി കഴിഞ്ഞാൽ അവിടെ ഈമാനിൻ്റെയും ഇബാദത്തിൻ്റെയും ഒരു ചുറ്റുപാടുകൾ കാണാൻ വേണ്ടി പറ്റും. പള്ളികൾ സജീവമാകും. പള്ളിയിൽ കയറാത്ത ആളുകളും പള്ളിയിലേക്ക് വരുന്നു, ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നു, അവർ അവ്വൽ തക്ബീറുകളിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ ഒരു അനുകൂലമായ സാഹചര്യം അല്ലാഹു തആല നമുക്ക് ഒരുക്കി തന്നിട്ട്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അതിനുള്ള തർത്തീബുകൾ ചെയ്തു തന്നിട്ടും ഒരു മനുഷ്യൻ ആ മാസത്തിൽ കൂടി അള്ളാഹുലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ അവനേക്കാൾ വലിയ ഭാഗ്യദോഷി ആരാണ് എന്നതിൽ നമുക്ക് രണ്ടു വട്ടം ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. സമയം കളയുന്ന രീതിയിൽ നമ്മൾ ഗഫ്ലത്തിലായി അശ്രദ്ധയിലായിട്ട് ആവരുത് ഒരിക്കലും നമ്മുടെ പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും. കഴിഞ്ഞ ഖുതുബയിൽ റമദാനിൻ്റെ മഹത്വങ്ങളെപ്പറ്റിയും അതിൻ്റെ ചില നിയമവശങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിൻ്റെ മഹത്വം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദം ലഹു, എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല അതിന് കൃത്യമായ പ്രതിഫലം ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കരിച്ചാൽ ഇത്ര, ഖുർആൻ ഓതിയാൽ ഇത്ര, ഒരു ഹർഫ് ഓതിയാൽ ഒരു നന്മ, സക്കാത്ത് കൊടുത്താൽ ഇത്ര നന്മ എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അല്ലാഹു തആല പറയുന്നു, ഇല്ല സിയാം, നോമ്പിന് ഞാൻ കൃത്യമായി ഇത്ര കൂലി തരാമെന്ന് ഞാൻ പറയുന്നില്ല. ഫഇന്നഹു ലീ, കാരണം ആ മനുഷ്യൻ ഒരടിമ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ എടുക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. കാരണം നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ഒരാൾക്ക് നോമ്പുണ്ടോ എന്ന് പുറത്തുള്ള ഒരാൾക്ക് പോലും മനസ്സിലാവില്ല. ഒരാൾ നിസ്കരിക്കുമ്പോൾ അത് പുറത്തുള്ള ആൾക്ക് കാണാൻ വേണ്ടി പറ്റും, സക്കാത്ത് കൊടുക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും, സ്വതക്ക കൊടുക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും, ഖിദ്മത്തുകൾ ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റും, ഖുർആൻ ഓതുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു മനുഷ്യൻ നോമ്പെടുത്തിട്ടുണ്ടോ ഇല്ലേ, എല്ലാവരും ഉറങ്ങുന്ന വേളയിൽ ഇവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, എല്ലാവരും വിശ്രമിക്കുന്ന വേളയിൽ ഇവൻ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇത് ആർക്കും അറിയില്ല. ഇത് അള്ളാഹു മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് ഫഇന്നഹു ലീ, അവൻ നോമ്പെടുത്തിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടാണ്. വഅന അജ്സി ബിഹി, അതുകൊണ്ട് അതിനുള്ള കൂലി അത് ഞാൻ കൊടുത്തുകൊള്ളാം. അതെന്താണെന്ന് പോലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. തറക ശഹ്വതഹു, ആ മനുഷ്യൻ തൻ്റെ വിചാരങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന ഹലാലായ രീതിയിലുള്ള ബന്ധം, ആ ബന്ധത്തെ അല്ലാഹു പറയാണ്, ഇത്രയും നാളും അതൊരു പുണ്യമുള്ള കാര്യമായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കൂലി കിട്ടണം, അള്ളാഹുവിൻ്റെ വജ്ഹ് ലഭിക്കണം എന്ന് പ്രതീക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിന് അവർക്ക് കൂലി ലഭിക്കുകയാണ്. എന്നാൽ അതേ അമൽ റമദാനിൻ്റെ മാസപ്പറ കാണലോടുകൂടി പിന്നെ ഹറാമാണ്. പ്രഭാതം ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ആ ഒരു കാര്യമേ പാടില്ല. എത്രത്തോളം പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അഥവാ അത് ചെയ്തു പോയാൽ, ഭാര്യയുമായി ഈ പറയപ്പെട്ടതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിക്കിൽ അടിമകളെ മോചിപ്പിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കേണ്ടി വരും. അത്ര ഗൗരവകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിലക്കേർപ്പെടുത്തി. എന്തിന്? തൻ്റെ നഫ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. അതാണ് പറഞ്ഞത്, തറക ശഹ്വതഹു വ തആമഹു, അവൻ ഇന്നലെ വരെ ഏറ്റവും പ്രിയങ്കരമായ ഭക്ഷണ പാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ആർക്ക് വേണ്ടി? മിൻ അജലി, എൻ്റെ കൂലി ലഭിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, നമ്മൾ പ്രിയങ്കരമായി കാണുന്ന, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളോട് കോപിച്ചു കഴിഞ്ഞാൽ, അവർ നമ്മളോട് അതൃപ്തിയുള്ളവരായി മാറിക്കഴിഞ്ഞാൽ, അവരുടെ അതൃപ്തി മാറാൻ വേണ്ടി, അവരുടെ സ്നേഹം കൈപ്പറ്റാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ഒരാൾ പണങ്ങി, നമ്മുടെ ഭാര്യ പണങ്ങി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പണങ്ങി, അല്ലെങ്കിൽ ഭർത്താവ് പണങ്ങി, ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്, സമരമാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കില്ല.
കുട്ടി ഉമ്മയുമായി പിണങ്ങി, മകൻ വാപ്പയുമായി തെറ്റി. ആദ്യം എന്താ ചെയ്യുക? ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ചെയ്യുക. എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? വാപ്പ എന്നോട് പിണങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് എന്നോട് പിണങ്ങിയിരിക്കുന്നു, ഭാര്യ എന്നോട് പിണങ്ങിയിരിക്കുന്നു. ഇതാ ആ പിണക്കം മാറാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒഴിവാക്കിയിരിക്കുകയാണ്. ആ ഭക്ഷണം ഒഴിവാക്കുന്നത് കാണുമ്പോൾ ഉമ്മാന്റെ മനസ്സൊന്ന് അലിയും, ഭാര്യന്റെ മനസ്സൊന്ന് അലിയും, അല്ലെങ്കിൽ ഭർത്താവിന്റെ മനസ്സൊന്ന് തണുക്കും. ആ രീതിയിൽ അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മനുഷ്യ സഹജമായ ഒരു പ്രതിഭാസമാണ് ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. സമരമാർഗങ്ങളായിട്ടുണ്ടല്ലോ, ഉപവാസ സമരമുണ്ട്, നിരാഹാര സമരമുണ്ട്. എന്തിനാണ്? ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഇവിടെ എന്താ അതിന്റെ ഫിലോസഫി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അള്ളാഹു 11 മാസക്കാലം ഞാൻ നീയുമായി ഒരുപാട് അകന്നുപോയി. നീ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് വ്യതിചലിച്ചുകൊണ്ട് ഞാൻ അബദ്ധസഞ്ചാരം നടത്തിപ്പോയി. നീ പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നീ കാണരുത് എന്ന് പറഞ്ഞത് ഞാൻ കണ്ടു. അള്ളാഹുവേ, നിന്റെ ആ നഷ്ടപ്പെട്ട തൃപ്തി, അല്ലെങ്കിൽ എൻ്റെ മേൽ സംഭവിച്ചിരിക്കുന്നതായ ആ അതൃപ്തിയെ മാറിക്കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവേ, ഞാനിതാ ഭക്ഷണം ഉപേക്ഷിക്കുകയാണ്. നീ ഒന്നെന്നിൽ തൃപ്തനാകണം. അതാണ് അള്ളാഹു പറയുന്നത്, മിൻ അജലി, എനിക്ക് വേണ്ടി എൻ്റെ അടിമ അവന് അനുവദിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളെയും അവൻ ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ കൂലി എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, അത് ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് ഒരു കഷ്ടപ്പാടാണ്. ഭക്ഷണം ഉപേക്ഷിക്കുക, ക്ഷീണിതനാകുക എന്നുള്ളത് കഷ്ടപ്പാടാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലിസ്സായിമി ഫർഹത്താൻ, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് 2 സന്തോഷങ്ങളുണ്ട്. ഫർഹത്താൻ എന്ന പദമാണ് നബി തങ്ങൾ ഉപയോഗിച്ചത്. സന്തോഷത്തിന് ഫറഹ് എന്നും സുറൂർ എന്ന പദവും അള്ളാഹു ഉപയോഗിക്കാറുണ്ട്. അറബിയിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഫറഹി എന്ന പദവും സുറൂർ എന്ന പദവും, രണ്ടിനും നമുക്ക് മൊത്തത്തിൽ സന്തോഷം എന്ന അർത്ഥം വെക്കാം. പക്ഷെ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഫറഹ് എന്ന് പറയുന്നതും സുറൂർ എന്നത് പറയുന്നതും തമ്മിൽ ചെറിയ ഒരു വ്യതിയാനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സുറൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സുറൂർ എന്ന് പറഞ്ഞാൽ ഒരു സമയത്തേക്കുള്ള സന്തോഷത്തിനാണ് സുറൂർ എന്ന് പറയാം. ഉദാഹരണം, നമ്മളൊരു കല്യാണ ഫംഗ്ഷനിലേക്ക് എത്തി, നമ്മളെ സുഹൃത്തുക്കളൊക്കെ കണ്ടു, നല്ല ഭക്ഷണമൊക്കെ കഴിക്കും, അതൊരു സുറൂറാണ്. ആ സമയത്തേക്ക് കിട്ടുന്ന ഒരു ആനന്ദമാണ് സുറൂർ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ അതേ അവസ്ഥയിൽ നിലനിന്ന് കൊള്ളണം എന്നൊരിക്കലും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു നല്ല സ്ഥലം കാണാൻ വേണ്ടി പോയി, നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടു, ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ആനന്ദം, അതാണ് സുറൂർ. എന്നാൽ നിബിധങ്ങൾ നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഉപയോഗിച്ച പദം ലിസ്സായിമി സുറൂറാനി, നോമ്പുകാരന് 2 ആനന്ദമുണ്ട് എന്നല്ല പറഞ്ഞത്, ഫർഹത്താൻ, 2 സന്തോഷമുണ്ട്. നാം എന്താ ഈ ഫർഹത്തിന്റെ ഉദ്ദേശം? ഈ ഫർഹത്ത് എന്ന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാം, അതായത് ആ സംഭവത്തിനെ പറ്റി, ആ കാര്യത്തിനെ പറ്റി, ആ പ്രതിഭാസത്തിനെ പറ്റി നമ്മളെപ്പോൾ ആലോചിക്കുമ്പോഴും നമുക്കൊരു ആത്മീയമായ നിർവൃതിയും കുളിരും നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും റമളാനിൽ നോമ്പ് നോറ്റിട്ടുണ്ടാവും. എത്ര അമലുകൾ കുറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ റമളാനിലെ നോമ്പ് എന്തായാലും നോറ്റിട്ടുണ്ടാവും. നമ്മൾ ഈ കാലം അത്രയും കഴിഞ്ഞു പോയ റമളാൻ നമ്മൾ ആലോചിച്ച് നോക്കൂ. അതൊന്നും പൂർണ്ണമായ റമളാനായ നിലക്ക് നമ്മൾ നോറ്റിട്ടുണ്ട് എന്നും നമുക്ക് ആർക്കും അങ്ങനെ അവകാശമൊന്നുമില്ല. പക്ഷെ എന്തായാലും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഭാര്യാഭർത്തൃബന്ധം ഉപേക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഈ 20 വർഷത്തെയും 30 വർഷത്തെയും 10 വർഷത്തൊക്കെ റമളാൻ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ പോലും മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അല്ലാഹുവേ, അൽഹംദുലില്ലാ, ഇത്രയും നോമ്പെടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് ഫർഹത്താൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഫർഹത്ത് എപ്പോഴാണ് കിട്ടുക എന്നറിയാമോ മുഅ്മിനീങ്ങളെ? ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാകും. ഉദാഹരണം, റമളാനിലെ നോമ്പ്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാനുണ്ട്. അതാണ് ഫർഹത്ത്. നമ്മൾ എപ്പോഴും പ്ലഷറിന്റെ മേലാണ് നമ്മൾ ഫോക്കസ്. എന്താ പ്ലഷറിന്റെ പ്രത്യേകത? പ്ലഷർ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാകും, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സങ്കടമാകാം, ചിലപ്പോൾ ദുഃഖമാകാം. ഒരാളെ മദ്യപിക്കുന്നു, ആ മദ്യപിക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്നത് പ്ലഷറാണ്. പ്ലഷർ എന്ന് പറയുന്നത് ശരീരത്തിലെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ സമയത്ത് അയാൾക്ക് ഒരു ആനന്ദം ഉണ്ടാവും. പക്ഷേ മദ്യപാനം, ആ മദ്യപിച്ചതിൻ്റെ മുഴുവൻ കെട്ട് അഴിഞ്ഞു പോയി അവൻ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് കുറ്റബോധമാണ് ഉണ്ടാകുക. നിങ്ങൾ നോക്കൂ, റമളാനിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു, ഖത്മുൽ ഖുർആൻ ഓതുന്നു, ഇഅ്തികാഫ് ഇരിക്കുന്നു. ഒരു പ്രയാസം തന്നെയാണ്. 1.5 മണിക്കൂർ ഇരിക്കണം, പള്ളിയിൽ നിൽക്കണം, ഇമാമിന്റെ ബാക്കിൽ തന്നെ നമ്മൾ നിൽക്കണം. ഒരു പ്രയാസമാണ്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്നൊരു കുളിരുണ്ട്. ഇതാണ് ലോങ് ടേമും ഷോർട്ട് ടേമും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എടുക്കുന്ന സമയത്ത് പ്രയാസത്തിലാണ്. ഇന്നിപ്പോൾ മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പ്രയാസങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസമില്ലാത്ത യുക്തിവാദികളാണ്. അവർ നമ്മളോട് പറയും, നിങ്ങൾക്ക് എത്ര പ്രയാസമാണ്,
നിങ്ങൾ രോഗികളാകുന്നു, നിങ്ങളുടെ പിന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു, നിങ്ങൾ മരണത്തിൽ വരെ പോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, നമുക്ക് അല്ലാഹു തആല ദുനിയാവിൽ നൽകിയിട്ടുള്ള ഓഫറാണ് ഇതിൽ സ്വാഇമി ഫർഹത്താൻ. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷങ്ങളുണ്ട്. ഒന്നെന്താണ്? ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി. ഒന്ന്, രാവിലെ മുതൽ നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് മഗ്രിബിൻ്റെ സമയമാകുമ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ, നോമ്പ് മുറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ബാക്കി മാസങ്ങളിലും പലപ്പോഴും യാത്രക്കിടയിലും ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലൊക്കെ എത്ര വട്ടം നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തും ഒരു നോമ്പ് മുറി അവിടെ ഉണ്ടല്ലോ. ഏത്? ഭക്ഷണം കിട്ടാതെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നൊരു സന്ദർഭം. പക്ഷെ ആ സമയത്ത് നമുക്ക് വലിയ ആനന്ദമൊന്നും ഉണ്ടാവാറില്ല, പകരം ഒരാശ്വാസം ഉണ്ടാകും. ആ ഭക്ഷണം കിട്ടിയല്ലോ. പക്ഷെ റമദാനിൽ മഗ്രിബിന്റെ സമയമാകുമ്പോൾ നമ്മുടെ മുഅ്മിനീങ്ങളുടെ മുഖങ്ങളൊക്കെ ഈമാൻ കൊണ്ട് തെളിയുന്നു, ഒരു സന്തോഷം ഉണ്ടാകുന്നു. ആ സന്തോഷത്തിന്റെ കാരണം എന്താണ്? അൽഹംദുലില്ലാ, അള്ളാഹുവിനോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ എനിക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റിയല്ലോ എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ഫർഹത്ത് എന്താണ്? അത് അല്ലാഹു തആല പറയുന്നു, ഇത് ഇവിടുത്തെ സാമ്പിളാണ്. നിങ്ങൾക്ക് കാരക്കയും ഈത്തപ്പഴവും വെള്ളവും അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ കണ്ട് നിങ്ങൾ കഴിച്ച് ഭക്ഷണം കൊണ്ട് നോമ്പ് മുറിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിൻ്റെ പരമാനന്ദം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇൻദ ലിഖാഇ റബ്ബിഹി. ഈ അടിമ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദുനിയാവിലെ വ്യവഹാരങ്ങളൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസമാണ് പടച്ചോനെ അവനിങ്ങനെ പറയും, അല്ലാഹ് ദുനിയാവിൽ എന്തോ ഒരു കഷ്ടപ്പാടായിരുന്നു നമുക്ക്, അതിനൊക്കെ ഒരു പൂർത്തീകരണമായല്ലോ അള്ളാഹു, ഈ നിന്നെ കാണാനാണല്ലോ ഞാനിതൊക്കെ ചെയ്തത്. ഈ സന്തോഷം അവന് ലഭിക്കുമെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ രീതിയിലുള്ള നോമ്പാണ് നമുക്ക് ആയിത്തീരേണ്ടത്. നബി നിങ്ങൾ പറഞ്ഞതുപോലെ ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ഈ പറയപ്പെട്ട നോമ്പെടുത്തു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ചെറു പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താണ് നോമ്പിന്റെ ലക്ഷ്യം? ഈ പറയപ്പെട്ട തഖ്വയാണ്, ആത്മനിയന്ത്രണമാണ്. ഈ തഖ്വ നമുക്ക് ലഭിക്കണമെങ്കിൽ കേവലം നമ്മുടെ ആമാശയം മാത്രം നോമ്പിലായാൽ പോരാ, ശരീരം മുഴുവൻ നോമ്പെടുക്കണം. എങ്ങനെ ശരീരം മുഴുവൻ നോമ്പെടുക്കേണ്ടത്? കണ്ണ് നോമ്പിലായിരിക്കണം. കണ്ണിന്റെ നോമ്പ് എന്താണ്? ആ കണ്ണുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് ഒരിക്കലും കാണാൻ വേണ്ടി പാടില്ല. അള്ളാഹു പറഞ്ഞല്ലോ, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് പറയും നബിയെ, അവർ അവരുടെ കണ്ണുകളെ ചിമ്മി അടക്കട്ടെ. ഈ ലോകത്തെ എല്ലാ കാഴ്ചകളും നമുക്കുള്ളതല്ല. ഈ ലോകത്തെ എല്ലാ കാഴ്ചകളും ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെ എല്ലാ കാഴ്ചകളും ആസ്വദിക്കാനുള്ള യാത്ര നമ്മൾ തുടങ്ങിയാൽ അത് സമാധാനക്കേടിലേക്കും നാശത്തിലേക്കും അപകടത്തിലേക്കുമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനറിയാം അടിമയ്ക്ക് എത്രയാണ് അവൻ്റെ പരിമിതി എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങളെല്ലാം നിങ്ങൾ കാണരുത്, എല്ലാം നിങ്ങൾക്ക് കാണാനുള്ള കെൽപ്പ് അള്ളാഹു നൽകിയിട്ടില്ല. ആ ശരീരത്തിലെ അവയവമാകുന്ന കണ്ണുകൾ നോമ്പിലായിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടുന്ന സന്ദർഭമാണ്. അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം, ഇനി സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട വിഷയം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ തൊഴിലിടങ്ങൾ, ഇനി വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറുള്ള വ്യക്തിത്വങ്ങളുമായി, ഇതൊരു വെറുപ്പല്ല സത്യത്തിൽ. ഇത് ഒരു സ്ത്രീ പുരുഷനെ നോക്കണ്ട എന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ അവരുമായി ഇടപെടണ്ട എന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനുമായി ഇടപെടണ്ട എന്ന് പറയുമ്പോഴോ അത് വെറുപ്പുണ്ടായത് കൊണ്ടല്ല. അത് ഒരു ജെൻഡർ ബേസിസിലുള്ള ഒരു ലിമിറ്റേഷൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഏതിനും അത് മനുഷ്യൻ്റെ ഉള്ളിലും പരിമിതി ആവശ്യമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഏത് നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാത്തിനും ഒരു പരിധി വേണമല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. കണ്ണുകൾ നോമ്പിലായിരിക്കണം, കാതുകൾ നോമ്പിലായിരിക്കണം. അള്ളാഹുവിന് അനിഷ്ടകരമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ നമ്മൾ നോമ്പെടുത്തു, പക്ഷേ ചെവി നോമ്പെടുത്തില്ല എങ്കിൽ നോമ്പിന്റെ ആത്മാവിന് ചെവി ഉണ്ടാവില്ല. ആമാശയം കൊണ്ട് നോമ്പെടുത്തു, കണ്ണുകൊണ്ട് നോമ്പെടുത്തിട്ടില്ല എങ്കിൽ നോമ്പിന്റെ ആത്മാവിന് കണ്ണുണ്ടാവില്ല. ആ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണേണ്ട ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ച തറാവിയിൽ കാണേണ്ട കാഴ്ചയാണ്, ഖുർആൻ ഓതുമ്പോൾ കാണേണ്ട കാഴ്ചയാണ്. ഈ കാഴ്ചയിൽ നിന്ന് ഈ മനുഷ്യൻ മഹ്റൂമായി പോകും. കാതുകൊണ്ട് നോമ്പെടുത്തില്ല എങ്കിൽ അവന് ഖുർആനാകുന്ന കാഴ്ചകൾ, ഖുർആനാകുന്ന കേൾവി കേൾക്കേണ്ടതുണ്ട്. അതിൽ നിന്നും ഒരു പക്ഷേ മഹ്റൂമായി പോകും. അതാണ് നബി നിങ്ങൾ പറഞ്ഞത്, ഫഇദാ കാന യൗമു സൗമി അഹദിക്കും, നിങ്ങളിൽ ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഫലാ യർഫസ് വലാ യഫ്സുഖ് വലാ യജ്ഹൽ, നിങ്ങൾ അവിവേകം കാണിക്കരുത്, മറ്റു തെറ്റുകുറ്റങ്ങൾ കാണിക്കരുത്. ഈ പറയപ്പെട്ട പോലെ ശരീരം മുഴുവൻ നോമ്പിലായിരിക്കണം. സമയങ്ങളെ നമ്മളിങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി പല രീതിയിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടരുത്. ഇനി ഒരാൾ നിന്നോട് തർക്കിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിന്റെ നോമ്പിന്റെ ആത്മാവിനെ
ചൈതന്യത്തിനെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ, അവൻ മനസ്സിൽ പറയട്ടെ, ഞാൻ എൻ്റെ ആമാശയത്തിനെ മാത്രമല്ല നോമ്പിലാക്കിയിരിക്കുന്നത്, എൻ്റെ നാവുകളെ ഞാൻ നോമ്പിലാക്കിയിരിക്കുകയാണ്. ഈ മാസം ഈ നാവ് കൊണ്ട് ഞാൻ നന്മ മാത്രമേ പറയൂ, ബാക്കി മാസം തെറി പറയാം എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ മാസം ട്രെയിനിങ് പീരീഡാണ്. ഈ മാസം നന്മകൾ പറഞ്ഞ് ശീലിച്ചിട്ട് ബാക്കിയുള്ള 11 മാസത്തിലും നമുക്ക് നേരെ ആക്ഷേപങ്ങളും അപഹാസങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഒരാൾ നോമ്പെടുത്തിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി, നോമ്പെടുത്തിട്ടുണ്ട് പക്ഷെ മോശമായ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്, തിന്മകളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു ഔ ശറാബഹു ഔ കമാ ഖാല റസൂലുള്ളാഹി, ഇവന്റെ ഈ ഭക്ഷണം ഉപേക്ഷിച്ചത് കൊണ്ടോ ഇവൻ ഈ പാനീയം ഉപേക്ഷിച്ചത് കൊണ്ടോ എന്നും അള്ളാഹുവിന് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടാനില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുണ്ടായി. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാനിൽ മറ്റു മാസമില്ലാത്ത പ്രത്യേകമായ ഒരു അമൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ വിഷയം, ഖിയാമു റമദാൻ. എന്താണ് ഖിയാമു റമദാൻ? പരിശുദ്ധമായ റമദാനിൽ രാത്രിയിലുള്ള നമസ്കാരം, 20 റക്അത്തുള്ള തറാവീഹ് നമസ്കാരം. ഹബീബ് പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മഗ്രിബിന്റെ നോമ്പ് മുറിയും തുറയൊക്കെ കഴിഞ്ഞ് പിന്നീട് വീണ്ടും അള്ളാഹു വിളിക്കാൻ പള്ളിയിലേക്ക് വരൂ. പക്ഷെ അത് അള്ളാഹു നിർബന്ധാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ 2-3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു തറാവീഹ്. പക്ഷേ ജമാഅത്തിന്റെ ആധിക്യം, ആളുകളുടെ ആധിക്യം കണ്ടപ്പോൾ നബി തങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. സഹാബാക്കൾ ചോദിച്ചു, പിന്നീട് എന്താ നബിയെ പിന്നീട് തുടർന്ന് പോകാതിരുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇനിയും തുടർന്ന് പോയിട്ട് ഒരു പക്ഷേ ഫർളായി പോകുമോ എന്ന ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് രോഗികളുണ്ടാകും, പ്രയാസമുള്ള ആളുകളുണ്ടാകും, അവരെ പരിഗണിച്ചുകൊണ്ട് മുഅക്കദായ സുന്നത്ത് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമളാനിലെ ഖിയാമുൽ ലൈൽ നമുക്ക് നൽകുകയുണ്ടായി. രാത്രി എന്ന സങ്കല്പം തന്നെ ഇപ്പം മാറിപ്പോയി. രാത്രി എന്നൊരു 20 വർഷം മുമ്പുള്ള രാത്രി എന്ന സങ്കല്പവും ഇപ്പോൾ നിലവിലുള്ള രാത്രി എന്ന സങ്കല്പവും ആകാശഭൂമിന്റെ വ്യത്യാസമുണ്ട്. ഒരു കാലത്ത് രാത്രി എന്നത് വിശ്രമത്തിനുള്ള സങ്കല്പമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ആനന്ദത്തിനുള്ള സങ്കല്പമാണ്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ പുതിയ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു, അതിനു വേണ്ടിയിട്ട് നിയമങ്ങൾ വന്നു കഴിഞ്ഞു, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും എന്തെല്ലാം കേന്ദ്രങ്ങളുണ്ടോ അതൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഇസ്ലാമിന്റെ ഫിലോസഫിയും കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ രാത്രി കാഴ്ചപ്പാട് എന്താണ്? ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല സകനൻ. അല്ലാഹു പറയുന്നത് രാത്രി നിങ്ങൾക്ക് സമാധാനത്തിനുള്ള കേന്ദ്രമാണ്, രാത്രി സമാധാനത്തിനുള്ള സമയമാണ് എന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും അല്ലാഹു ഒരു അമല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാത്രി നമസ്കാരം തന്നെയാണ്. ഒരു പക്ഷേ നമ്മൾ ചോദിക്കും, ഉസ്താദേ രാവിലെ സുബ്ഹിനൊന്ന്, ളുഹറിനൊന്ന്, അസറിനൊന്ന്, മഗ്രിബിനൊന്ന്, ഇശാഇനൊന്ന്, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി മറ്റൊന്നോ? രാത്രി നമസ്കാരത്തിന്റെ ആനന്ദം, രാത്രി നമസ്കാരത്തിന്റെ ആത്മീയമായ ശക്തി അത് അനുഭവിച്ചവർക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഉറക്കിലാകുന്ന സമയം, എല്ലാവരും അശ്രദ്ധയിലാകുന്ന സമയം, പ്രകൃതിയും മനുഷ്യനും മറ്റു ജന്തുക്കളൊക്കെ അവരുടെ വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് ആവാസ വ്യവസ്ഥകളിലേക്ക് ചെല്ലുമ്പോൾ ഈ അടിമ മാത്രം ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് വുളൂ ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി സുജൂദിലായി റുകൂഇലായി അള്ളാഹുവിനോട് വർത്തമാനം പറയുമ്പോൾ ആ അടിമക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം അത് മറ്റൊരു മനുഷ്യന് ലഭിക്കൂല. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദാ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി. നബിയെ ചോദിക്ക്, അമ്മൻ ഹുവ ഖാനിതുൻ, ഒരാളുണ്ട്, അയാൾ ആരാണ്? ഖാനിതുൻ ആനാ അൽ-ലൈൽ, രാത്രിയുടെ സിംഹഭാഗവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ അയാൾ നിന്ന് നിസ്കരിക്കുകയാണ്, അയാൾ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുകയാണ്, സാജിദൻ സുജൂദിലായി കഴിയുകയാണ്. എന്താണ് അയാളുടെ ഹൃദയത്തിലെ തേങ്ങൽ, അയാളുടെ ഗദ്ഗതം എന്താണ്? അള്ളാഹു എന്നെ നഷ്ടപ്പെടുത്തി കളയുമോ, അള്ളാഹുവിന് മുമ്പിൽ ഞാൻ പാഴായി പോകുമോ? അതേസമയം അയാൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനും ഇങ്ങനല്ലാത്ത മനുഷ്യനും തമ്മിൽ ഒരുപോലെയാകുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ചോദിക്കുകയാണ്. ഇതിനുള്ള പരിശീലനമാണ് പരിശുദ്ധമായ റമളാൻ. സഹാബാക്കളൊക്കെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു അമൽ അവരെല്ലാ ആളുകളിലും കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു, ഇവർ ഓരോ ആളെ റിവായത്തും ഈ വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും.
അവരൊക്കെ രാത്രി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആളാണ്, ദീനിൻ്റെ ആളാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നു. ഈ രാത്രി നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ അത് ആർമാദിക്കുവാനും ആനന്ദിക്കുവാനും എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുമായി സംവദിക്കാനുള്ള സമയമാക്കി തീർക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല സമയമാണ് പരിശുദ്ധമായ റമദാൻ ഷരീഫ്. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ തറാവീഹ് നമസ്കാരത്തിനായി പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് എത്തേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ പറയപ്പെട്ടതുപോലെ കുറച്ച് ദിവസമാണ് ജമാഅത്ത് നടന്നിട്ടുള്ളൂ. പിന്നെ ഓരോ ആളുകളും അവരവരുടെ സൗകര്യത്തിലേക്ക് നീങ്ങുകയുണ്ടായി. പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു മദീനത്തെ പള്ളികൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഓരോ ആളുകളും ഓരോ ഇമാമിൻ്റെ പിറകിൽ പോയി ഇങ്ങനെ ജമാഅത്തായി നിസ്കരിക്കാൻ. ഉമർ റളിയല്ലാഹുവിന് തോന്നി ഇത് ഏറ്റവും നല്ലത് ഒരു ഇമാമിൻ്റെ കീഴിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഏറ്റവും നല്ല രീതിയിൽ ഓതി ഉമ്മത്തിന് മൻഫഅത്ത് ഉണ്ടാക്കുന്ന രീതിയിലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ മസ്ജിദുൻ നബവിയിൽ മദീനത്തെ പള്ളിയിൽ ഉമർ റളിയല്ലാഹു തറാവി നമസ്കാരം ഇന്ന് കാണുന്നത് പോലെ 23 റക്അത്ത് വ്യവസ്ഥാപിതമായി നടപ്പിലാക്കിയെന്ന് ഇമാം ബൈഹഖിയും ഇമാം മാലിക് റഹിമഹുള്ളയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉമ്മത്ത് മുസ്ലിമൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും എല്ലാ നന്മയുടെ സമയങ്ങൾ എത്തുമ്പോഴും നമുക്കവിടെ തർക്കിക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ തേടിപ്പോകും. ക്ഷീരമുള്ള ഒരകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന് പറഞ്ഞതുപോലെ നന്മകൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അവിടെ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, ഏത് വിഷയമെടുത്താലും കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഒന്നുണ്ടാവും അവിടെ. അത് അതിൻ്റെ ആളുകൾ ചെയ്തു കൊള്ളട്ടെ. അത് ചെയ്തിട്ട് അവർ നമുക്ക് നൽകിയൊരു തീർപ്പുണ്ടാവും. ആ തീർപ്പ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്മ. ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ തർക്കത്തിലേക്ക് പോവുകയാണ്. മാസത്തിന്റെ പറന്റെ വിഷയത്തിലായിരിക്കും ആദ്യത്തെ തർക്കം ഉണ്ടാകുക. പിന്നെ തുടങ്ങുന്നത് ഗ്രൂപ്പുകൾ മുഴുവനും ഇടങ്ങൾ മുഴുവൻ വലിയ വലിയ ചർച്ചകൾ തുടങ്ങുന്നത് 20 ആണോ 18 ആണോ 8 ആണോ 3 ആണോ, ഇതാണ് ചർച്ച. അള്ളാഹു നമുക്ക് മാപ്പാക്കി തെരുമാറാകട്ടെ. നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കും. 4 മദാഹിബിന്റെ കിതാബുകളിലും 4 മദ്ഹബിന്റെ ഫുഖഹാക്കളും ഒക്കെ 20ന്റെ താഴെ എണ്ണം പറഞ്ഞത് നമുക്ക് ആരെയും കാണാൻ വേണ്ടി സാധിക്കൂല. ഇതൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് പറയുന്നതല്ല. ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇവരൊക്കെ അഭിപ്രായപ്പെട്ടത് ഈ ബൈഹഖി ഇമാമിന്റെയും മറ്റൊക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 23 എന്നാണ്. പിന്നെ എല്ലാം മേലോട്ടാണ്. ഇമാം മാലിക് റഹിമഹുല്ലന്റെ അടുക്കൽ 36 റക്അത്താണ് തറാവീഹ് 36 റക്അത്ത്. അദ്ദേഹത്തിന് എന്താ അങ്ങനെ അഭിപ്രായം വരാൻ വേണ്ടി കാരണം, മക്കത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് അതിനെ റെസ്റ്റ് എടുക്കുമല്ലോ. അതാണ് തർവീഹത്ത് എന്ന പദത്തിൽ നിന്നാണ് തറാവീഹ് വന്നത്. തർവീഹത്ത് എന്നുള്ള റെസ്റ്റ് എടുക്കുക എന്ന അർത്ഥം. സഹാബാക്കള് 4 റക്അത്ത് കഴിഞ്ഞ് അവരൊന്ന് വിശ്രമിക്കും. എന്തിനാ വിശ്രമിക്കുന്നത്? അത്ര ദീർഘമായ ഓത്താണ് പള്ളിയിൽ നടക്കുക. അപ്പൊ ഈ വിശ്രമിക്കുന്ന സമയത്ത് സഹാബാക്കൾ എന്ത് ചെയ്യും? അവർ കഅബ തവാഫ് ചെയ്യും. ആ നന്മ കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ആ ഒരു സമയമുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ല നോക്കുമ്പോൾ അത് മക്കത്ത് മാത്രം, ഹറമിന്റെ അടുക്കൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്, പുറത്ത് നടക്കൂല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, മദീനത്ത് നിസ്കരിക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, മക്കക്കാർ വലിയ സവാബ് നേടുന്നുണ്ട്. അവർ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ റെസ്റ്റിങ്ങിന്റെ സമയം കഅബ തവാഫ് ചെയ്യാണ്. നമുക്ക് ആ സമയത്ത് ഒരു 4 റക്അത്ത് നഫിൽ നിസ്കരിക്കാം. അങ്ങനെ 4 റക്അത്തുകൾ ഈ ഗ്യാപ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ 36 റക്അത്തായി. ചില ഇമാമുകൾ അഭിപ്രായപ്പെട്ടത് അസ്വദ് ഇബ്നു യസീദ് റഹിമഹുല്ലയുടെ അടുക്കൽ പറയുന്നത് കാന യഖൂമു ബി 40 റക്അ, അദ്ദേഹം തറാവീഹ് 40 റക്അത്താണെന്ന് അഭിപ്രായപ്പെട്ടത്. വയൂതിറു ബി 7 റക്അത്ത് വിത്റാണെന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 20 ആണ് എന്ന വിഷയത്തിൽ 4 മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമില്ല. 20 ആണ് എന്ന വിഷയത്തിൽ 4 മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ മദ്ഹബിൽ വന്ന അഭിപ്രായക്കാർ 20ന്റെ മുകളിലാണ്. 20ന്റെ താഴെ എന്ന വിഷയത്തിൽ 4 മദ്ഹബിന്റെ ഇടയിലും അഭിപ്രായ വ്യത്യാസമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇത് ആരോടൊന്നെങ്കിലും നമ്മൾ വാശി തീർക്കാൻ വേണ്ടി പറയുന്നില്ല. ഇനി ഒരാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ, അയാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് 2 റക്അത്തിന്റെ കൂലി കിട്ടും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തിനാണ് അല്ലാഹു തആല തറാവീഹ് നിസ്കരിക്കാൻ നടപ്പിലാക്കിയത്? ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 തരം ഇമാമുകളെ തർത്തീബ് ചെയ്യുമായിരുന്നു. 3 തരം ഇമാമുകളെ. ഒന്ന് വളരെ വേഗത്തിൽ ഓതാൻ കഴിയുന്ന ഇമാമുകൾ, ഒന്ന് മധ്യമായ രീതിയിൽ ഓതാൻ കഴിയുന്ന ഇമാമുകൾ, മറ്റൊന്ന് വളരെ സ്ലോ ആയി ഓതുന്ന ഇമാമുകൾ. വളരെ സ്പീഡിൽ ഓതുന്ന ഇമാമിങ്ങളോട് പറയും, അയാൾ ഒരു റക്അത്തിൽ 35 ആയത്ത് ഓതട്ടെ, അല്ലെങ്കിൽ 4 റക്അത്തിൽ 35 ആയത്ത് ഓതട്ടെ എന്ന കണക്കിലാണ് അദ്ദേഹത്തിന് കൊടുക്കുക.
കാരണം അദ്ദേഹത്തിന് അത്ര സ്പീഡിൽ ഓതാൻ വേണ്ടി പറ്റും. കുറച്ച് വേഗത കുറഞ്ഞ ആളുകൾക്ക് 25 ആയത്താണ് കണക്ക്, അതിലും വേഗത കുറഞ്ഞ ആളുകൾക്ക് 20 ആയത്താണ് കണക്ക്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ സഹാബാക്കൾ പറയാണ്, നമുക്ക് നൃത്തത്തിന്റെ കാഠിന്യ കാരണം വടി കുത്തിയിട്ടാണ് നമ്മൾ നമസ്കരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും അതിന്റെ ഗൗരവത്രേ. ഒരു തറാവിഹിൽ ഏകദേശം 200 ആയത്തുകൾ ഓതുമായിരുന്നു. 200 ആയത്തുകൾ ഓതുമായിരുന്നു. അപ്പോൾ 20 റക്കാത്താകുമ്പോൾ ഒരു റക്കാത്തിൽ 10 ആയത്ത് മിനിമം ഓതണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിത് കേൾക്കണം മുഅ്മിനീങ്ങളെ. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ ഹാഫിളീങ്ങൾ സുലഭമായിട്ടുണ്ട്. നമ്മൾ പള്ളിൻ്റെ ആളുകൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ശ്രവിക്കുന്ന ആളുകൾ, നമ്മുടെ പള്ളിയിൽ ഹാഫിളീങ്ങളെ നമ്മൾ നിർത്തണം. ഖത്മുകൾ പള്ളിയിൽ നിന്ന് ഓതട്ടെ. അള്ളാഹുവിൻ്റെ കലാമ് ജനങ്ങൾ കേൾക്കട്ടെ. ആ കലാമ് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈമാനിയായ ആവേശം, ആ നാട്ടിലുണ്ടാകുന്ന ഈമാനിയായ ചൈതന്യം, അതൊന്നും ഒരിക്കലും വിശദീകരിക്കേണ്ടതേയല്ല. അതുകൊണ്ട് ഈ റമദാൻ നമ്മൾ നിയ്യത്ത് ചെയ്യുന്ന ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ തറാവീഹ് 23 അള്ളാന്റെ പള്ളിയിൽ വന്ന് ഖത്മ് കേട്ടിട്ട് തന്നെ നിയ്യത്ത് ചെയ്യും. അങ്ങനെ കേൾക്കുമെന്ന് നിയ്യത്ത് ചെയ്യും. എത്രത്തോളം സഹാബാക്കൾ പറയുന്നുണ്ട്, ഒരു പള്ളിയിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തുൽ ബഖറ 8 റക്കാത്തിലാണ് തീർക്കുന്നതെങ്കിൽ, 20 റക്കാത്ത് ഓതുന്ന 20 റക്കാത്തുള്ള നിസ്കരിക്കുന്ന പള്ളിയിൽ 8 റക്കാത്തിലാണ് ബഖറ ഓതുന്നത് എങ്കിൽ അയാൾ നല്ല ഓത്തുകാരനാണ്. 12 റക്കാത്തിലാണ് അയാൾ ബഖറ തീർക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അയാളും അവിടുത്തെ ശ്രോതാക്കളും മടിയന്മാരാണ്. കാരണം 8 റക്കാത്തിൽ കേൾക്കാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ടാണല്ലോ 12ൽ തീർക്കുന്നത്. അപ്പോൾ 12 തീർക്കണമെങ്കിൽ വീണ്ടും റക്കാത്തിന്റെ ദൈർഘ്യം ഇങ്ങനെ കുറഞ്ഞു വരും. സഹാബാക്കൾ പറയുന്നു, നമ്മൾ തറാവീഹ് ഖിയാമുൽ ലൈൽ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടിപ്പോകും. എന്നിട്ട് വീട്ടിലെ ഖാദിമീങ്ങളോട് പറയും, പെട്ടെന്ന് അത്താഴം വിളമ്പിക്കോ, ഇപ്പൊ സുബ്ഹി ബാങ്ക് കൊടുക്കും. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ആലോചിച്ച് നോക്കിൻ. നമുക്കറിയാം നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളാണ്, രാത്രിയാകുമ്പോൾ നമ്മൾ ടയേർഡാകും. സംഗതിയൊക്കെ ശരി തന്നെയാണ്. നമ്മളിവിടെ പള്ളിയിൽ നമ്മളിങ്ങനെ എല്ലാവരും ആലോചിക്കും എത്ര മണിക്ക് തീർക്കണം. എല്ലാവരും ഗുണകാംക്ഷയോടുകൂടി തന്നെയാണ് ചർച്ച ചെയ്യുന്നത് കാര്യം. നിൽക്കുന്ന ഇമാമാണെങ്കിലും കേൾക്കുന്ന മൗമുക്കാണെങ്കിലും ഒരു 9:45 നമുക്ക് തീർക്കണം ഉസ്താദെ. മമ്മിങ്ങളും ഒരു ഉസ്താദ് 9:45 അപ്പുറത്ത് പോയി നമുക്ക് നിൽക്കാൻ കഴിയില്ല. പിന്നെ പുറകിൽ ആരില്ലാതെ ഇമാമിന് ഒറ്റക്ക് നിൽക്കാൻ ഇമാമിനും കഴിയില്ല. അപ്പോഴേ പുറകിൽ മൗമും ഉണ്ടാകുമ്പോഴല്ലേ ഇവിടെ ഇമാമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, ഈ പറയപ്പെട്ടതുപോലെ പാതിരാവരെ നമുക്ക് ഓതാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഖത്മിന്റെ തർത്തീബുകൾ നമ്മുടെ പള്ളികളിൽ ഉണ്ടാവട്ടെ. അങ്ങനെയുള്ള പള്ളികളിൽ ചെന്നിട്ട് നമ്മൾ തറാവീഹിന് പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ പള്ളിയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ ഖത്മ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തറാവീഹ് ഒന്നാമത്തെ ദിവസം മുതൽ തറാവീഹ് നമ്മൾ ഓതാറുണ്ട്. അൽഹംദുലില്ലാഹ്, സുബ്ഹിനും കൂടി ഓതിയിട്ട് റമദാൻ 28 കൂടി ആകുമ്പോൾ ഖുർആൻ മുഴുവൻ തീർക്കുന്ന ഒരു തർത്തീബ് ഈ പള്ളിയിൽ അൽഹംദുലില്ലാഹ് നടന്നു പോകുന്നുണ്ട്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അതിനുകൊണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകട്ടെ. പ്രിയമുള്ളവർ, നമ്മൾ പങ്കെടുക്കണം, നമ്മളത് കേൾക്കണം. അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് പരിശുദ്ധമായ റമദാനിലെ പ്രധാനപ്പെട്ട 2ാമത്തെ അമൽ. 3ാമത്തെ അമൽ എന്ന് പറയുന്നത് തിലാവത്തുൽ ഖുർആൻ, ഖിറാഅത്തുൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമ് നമ്മൾ ഓതണം. നമ്മൾ സൂറത്ത് യാസീൻ, സൂറത്ത് വാഖിയ, സൂറത്ത് മുൽക്ക്, ഇങ്ങനെ ദിനേന ഓതുന്ന സൂറത്തുകളൊക്കെ അൽഹംദുലില്ലാഹ് എല്ലാ ആളുകളും ഓതുന്ന ആളുകളാണ്. പക്ഷേ ഖുർആൻ മുഴുവൻ ഒരാവർത്തിയെങ്കിലും ഒരു ഖത്മെങ്കിലും നമ്മൾ തീർക്കണം ഈ പരിശുദ്ധമായ റമദാനിൽ. വളരെ എളുപ്പമാണ്. നമ്മൾ തർത്തീബ് ചെയ്ത് അതിനെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഖത്മ് തീർക്കൽ ഏറ്റവും വളരെ എളുപ്പകരമാണ്. നമുക്കറിയാം, ഏകദേശം 600 പേജ് അല്ലെങ്കിൽ 610 പേജാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലുള്ളത്. 600 പേജ്. അപ്പോൾ 30 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ ഒരു ദിവസം ഒരു ജുസ് നമ്മൾ ഓതിയാൽ മതി. 30 ജുസേ ഖുർആൻ ഷരീഫിലുള്ളൂ. ഒരു ദിവസം ഒരു ജുസ് നമ്മൾ പാരായണം ചെയ്താൽ മതി. ഒരു ജുസ്ഇൽ 20 പേജാണുള്ളത്. ഒരു ജുസ്ഇൽ 20 പേജ്. ഒരു ദിവസം 5 വക്തുണ്ട്. നമ്മളൊരു കാര്യം ചെയ്താൽ മതി, സുബ്ഹിന് മുമ്പ് 2 പേജ്, ശേഷം 2 പേജ്, 4ആയി. ളുഹറിന് മുമ്പ് ശേഷം 2, അസറിന് മുമ്പ് ശേഷം 2. ഇങ്ങനെ നമ്മൾ 2 പേജ് ഓതിയാൽ ഒരു ദിവസം നമ്മൾ കഴിയുമ്പോൾ ഒരു ജുസ് കഴിഞ്ഞു. നമ്മളെന്താ സാധാരണ ചെയ്യാറ്? ഒറ്റയടിക്ക് ഓതാൻ വേണ്ടിയിരിക്കും. ആദ്യത്തെ 2-3 ദിവസത്തെ ഓത്ത് കണ്ടാൽ വിചാരിക്കും നമ്മൾ ഒരാഴ്ച കൊണ്ട് ഖത്തം തീർക്കും. 2 ദിവസം അടിച്ചോത് പിന്നെ ടയേർഡായി മതിയായി മടുത്ത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും അതിനെ ചെറിയ ചെറിയ ടാസ്ക് ആക്കി മാറ്റണം. മനുഷ്യനാണ്, പെട്ടെന്ന് മടുപ്പ് വരും. 2 പേജ് ഓതി, എന്നാലും ഓതാൻ ആവശ്യമുണ്ട്. ആവേശം വരുന്നു, ഓതണ്ട. ഞാനങ്ങനെ പറഞ്ഞത്, ഓതണ്ടെന്നാ പറയാറുള്ളത്. കാരണം ആ ആവേശം അവിടെ ബാക്കി വെക്ക്. അപ്പോഴാണ് നമുക്ക് ഇനിയും ഓതാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുക. സുബഹിക്ക് മുമ്പ് 2 ഓതി, എന്നിട്ട് നിങ്ങൾ സുബഹി നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ 2 ഓതി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി 2 ഖത്മ് തീർക്കണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടോ? നേരെ ഇതിനെ 2x ആക്കിയാൽ മതി. നിങ്ങൾ സുബഹിന് മുമ്പ് 4 ഓതി, ശേഷം 4 ഓതി, ദുഹറിന് മുമ്പ് 4 ഓതി, ശേഷം 4 ഓതി. ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ തീരുമ്പോഴേക്ക് നമ്മൾ പോലും അറിയാതെ 2 ഖത്മെങ്കിലും നമ്മൾ തീർക്കും.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ അത്രയും നാൾ ഇറങ്ങിയ ഖുർആൻ ഷരീഫിൻ്റെ ഭാഗങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം നന്നാക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരം കൂടിയാണ് ഈ പരിശുദ്ധമായ റമദാൻ. ഇനി ഇതിനും അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാം. എങ്ങനെ ഈ പറയപ്പെട്ടതുപോലെ ഖത്മുകൾ നടക്കുന്ന പള്ളികളിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ, ചില ആളുകളൊക്കെ ഉണ്ട് സ്ഥിരമായി അങ്ങനത്തെ പള്ളികൾ ഫോക്കസ് ചെയ്ത് അവിടെ മാത്രം പോയി തുടർച്ചയായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കവിടെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉസ്താദേ ഇവരിങ്ങനെ ഓതുമ്പോൾ നമുക്ക് അറബി അറിയില്ല, ഇത് ഓതുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, ഉസ്താദിൻ്റെ ശബ്ദം കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും അത് ചിലപ്പം സ്വർഗത്തിനെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ നരകത്തിനെ പറ്റിയിട്ടാണ് എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും മനസ്സിലാകാറില്ല. അപ്പം നമ്മൾ അശ്രദ്ധയിലായി പോകുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് സമയം കിട്ടുമെങ്കിൽ ഇന്ന് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഒരു പള്ളിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ദിവസം ഏത് ഭാഗമാണ് ഓതുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ബക്കറ എന്നല്ല തുടങ്ങുക, ബക്കറ, ആലിമ്രാൻ, നിസാ ഇങ്ങനെ പോകും നമുക്ക് മനസ്സിലാവും. തറാവീഹിന് പോകുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ഭാഗത്തിൻ്റെ മലയാളത്തിലുള്ള തഫ്സീറുകളൊന്ന് വായിച്ചു നോക്കി. 15 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ആശയ സംഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് എന്താണ് സൂറത്തുൽ ബഖറയിൽ പറയുന്നത് കൂടുതൽ? സൂറത്തുൽ ബഖറയിൽ മൂസാ നബിൻ്റെ സംഭവങ്ങളാണ്, മൂസാ നബിൻ്റെ നാട്ടിലെ ആ പശുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്, പിന്നെ നിക്കാഹുമായി ബന്ധപ്പെട്ട മസലകളാണ്, ത്വലാഖുമായി ബന്ധപ്പെട്ട മസലകളാണ്, ജാലൂത്തിൻ്റെ മസലകളാണ്. ഇങ്ങനെ ഒരു ആശയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പദമെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് ഇവിടെ പറയുന്നത് എന്ന്. ഇത് നമുക്കൊന്നും അറിയില്ല, ഇതിങ്ങനെ അറബിയിൽ ഇമാം എന്തോ ഓതുന്നു നമ്മളിങ്ങനെ കേൾക്കുന്നു. ബഹുമാനികളെ, എന്തുകൊണ്ടാണ് ഖുർആൻ നമുക്ക് ആസ്വാദ്യമാകാത്തതിൻ്റെ ഒരു പ്രശ്നം ലാംഗ്വേജ് എന്ന ബാരിയറാണ്. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം സഹാബാക്കൾ ഇങ്ങനെ ഖുർആൻ ഷരീഫ് ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പല ആയത്തുകൾ എത്തുമ്പോൾ സഹാബാക്കൾ പൊട്ടിക്കരയുമായിരുന്നു. ഒരായത്തെത്തി സൂറത്തുൻ നജ്മിലെ أفمن هذا الحديث تضحكون تعجبون وتضحكون ولا تبكون أفمن هذا الحديث تعجبون. നിങ്ങൾ ഈ ഖുർആനിനെ കേട്ടിട്ട് നിങ്ങളിങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണോ, നിങ്ങൾ ചിരിച്ചു കളയുകയാണോ, നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി, നിങ്ങൾ കരയുന്നില്ലേ എന്നൊരു ഭാഗം എത്തിയപ്പോൾ സഹാബാക്കൾ കരയാൻ വേണ്ടി തുടങ്ങി. എന്തുകൊണ്ടാണ് സഹാബാക്കൾക്ക് കരയാൻ പറ്റിയത്? ഈ ആയത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലായത് കൊണ്ടാണ്. ഭാഷ അവരുടെ ഭാഷയിലായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ഭാഷ മുഴുവനായി അതിൻ്റെ അഡ്വാൻസ് ലെവലിൽ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇതിൻ്റെ സമ്മറി എന്താണ് ഇനി അതൊന്നും നമുക്ക് പറ്റുന്നില്ലേ? നിങ്ങൾ ഇന്നിപ്പോൾ സൂറത്തുൻ നിസാ ആണ് ഓതുന്നത് എങ്കിൽ നിങ്ങൾ ചാറ്റ് ജിപിടിയോടോ ജെമിനൈനോടോ നിങ്ങൾ ഇത് ചോദിക്കും, ഈ സൂറത്തുൻ നിസാഇൻ്റെ സമ്മറി ഒന്ന് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയമാകുമ്പോൾ സൂറത്തുൻ നിസാഇൻ്റെ സമ്മറി നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നിസ്കരിച്ച് നോക്കി, തീർച്ചയായും ആ നിസ്കാരത്തിൻ്റെ മാധുര്യം പോലെ മറ്റൊരു ടേസ്റ്റ് നമുക്ക് മറ്റൊന്നും ലഭിക്കുകയില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമയങ്ങളെ വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. മരണപ്പെട്ട മനുഷ്യനോട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറയും, എന്ത് പടച്ചവനെ, എനിക്ക് റമദാനിൽ ഒരു രാത്രി എനിക്ക് തിരിച്ചു തരുമോ, റമദാനിൽ ഒരു പകൽ എനിക്ക് തിരിച്ചു തരുമോ എന്നാവശ്യപ്പെടുന്ന ഹദീസുകൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ റമദാനിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ റമദാനിനെ അമല് കൊണ്ട് ധന്യമാക്കാണ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു